ഏറ്റവും വലിയ സംഘർഷം എന്തറിയോ? ഉം. കൂറ്റൻ ക്യാമറയായിട്ടാണ് നമ്മൾ ഈ തെരുവിൽ കൂടെ നടക്കുന്നത്. ആ വലിയ ക്യാമറാസ് ആയിരുന്നു അത്. വലിയ ക്യാമറയല്ലേ? മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഈ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ഗോപ്രോ പോലൊരു ക്യാമറയിലോ അല്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു SLR ക്യാമറയോ DSLR ക്യാമറയോ ഒന്നും അല്ല. ഹ്യൂജ് ക്യാമറയായിട്ട് ഒരു മനുഷ്യൻ തെരുവിൽ കൂടെ നടന്നാലത്തെ സ്ഥിതി എന്താ? അയാളായിരിക്കില്ല ആ തെരുവിലെ മുഴുവൻ അട്രാക്ഷൻ. ഉം. അയാൾ എങ്ങോട്ട് തിരിഞ്ഞാലും നാട്ടുകാരെ കടക്കാരെല്ലാം നോക്കുകയാണ്. പ്രത്യേകിച്ച് 90s-ലും 2000-ന്റെ ആദ്യ കാലത്തും ഒക്കെ 2010 വരെ വലിയ ക്യാമറയായിരുന്നു. 2010 ശേഷമാണ് HD-യിലെ ഫുൾ HD ഉള്ള ചെറിയ കോമ്പാക്ട് ക്യാമറകളിലേക്ക് ഞാൻ തിരിഞ്ഞതിനെ. അപ്പോൾ പോലും അത് ശ്രദ്ധാകേന്ദ്രമാണ്. മനസ്സിലായില്ലേ? മിനി DV ആണെങ്കിലും അത് വലിയ DVക്ക് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. ഉം. അതുമായിട്ട് ഒരാൾ ബസ്സേ നിന്നാന്ന് ആലോചിക്കേ. എല്ലാവരും യാത്ര ചെയ്യാൻ വേണ്ടി ബസ് നിൽക്കുന്നു, ഒരുത്തൻ ഈ ക്യാമറ ഓൺ ചെയ്ത് ബസ്സേ നിൽക്കുന്നു. എന്തായിരിക്കും അവിടുത്തെ ഉണ്ടാകുന്ന പ്രതികരണം? ഒന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ KSRTC ബസ്സിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്ത് ഇരുന്ന് പോയി യാത്ര ചെയ്യുന്നു, ഒരുത്തൻ ക്യാമറയായിട്ട് ഏറ്റു നിൽക്കുന്നു. അവിടെ കഥ മാറിയോ? അതെ. ഇതെല്ലാ നാട്ടിലും പരിഷ്കൃത അല്ലെങ്കിൽ കുറേയും കൂടി അഡ്വാൻസ് സമൂഹത്തിൽ അതിലേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മളൊരു നോട്ടപ്പുള്ളിയോ ക്രിമിനലോ ആണ്, നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയ ഒരുത്തനാണ്. അവിടെ എല്ലാവരെയും പ്ലീസ് ചെയ്യണം. ബസ്സിൽ നമ്മൾ ആദ്യം ക്യാമറയിൽ നിന്ന് എടുത്ത് പോക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുകയാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കും. അപ്പോൾ എന്നിട്ട് എല്ലാവരുടെയും മുഖത്തും നോക്കും. എങ്ങനെയാണ്? ചിലർ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കും, നമ്മളെ നോക്കിയിട്ട് അങ്ങ് നോക്കിയിരിക്കും. അപ്പം നമുക്കൊരു പോസിറ്റീവ് ഇതാ, അവനിത് മൈൻഡ് ചെയ്യുന്നില്ല. ചിലർ നമ്മളെ തുറച്ചു നോക്കും. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലും, ഞാനിങ്ങനെ ട്രാവലോ ചെയ്യുക, ഞാൻ ബസ്സിൻ്റെ ഒരു ഷോട്ട് എടുത്തോട്ടെ, നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചിലർ അസൗകര്യം പറഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് വെക്കും. ചിലർ എന്ന് പറയും, നമ്മളെടുക്കും. ചിലർ ഈ സഞ്ചാരം തന്നെ കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ തെരുവ് ബസ്സിൽ നിങ്ങൾ നാട്ടുകാരുടെ ഷോട്ട് എടുക്കുന്നത് ശരിയാണോ? ഇത് വ്ളോഗ് പോലെ നമ്മൾ ചെന്ന് ചോദിക്കുന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്.